നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. CPM നേതാവ് MM മണിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി കോൺഗ്രസ് ദേവികുളം മണ്ഡലം കൺവീനർ OR ശശി. MM മണിയുടെ മുഖത്തേക്ക് നോക്കുന്നത് ചുട്ട കശുവണ്ടി നോക്കുന്നത് പോലെയാണെന്നായിരുന്നു OR ശശി പ്രസംഗത്തിനിടയിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ വെച്ച് നടന്ന UDF കൺവെൻഷനിലായിരുന്നു വിവാദമായ പരാമർശം നടത്തിയത്. ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുള്ളത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടാണ്. ഡീനിനെ പ്രസവിച്ചത് ഏതോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണെന്നും എന്നാൽ മണിയെ പ്രസവിച്ചത് ഏതോ പാറമടയിലാണെന്നും ശശി പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരായ MM മണിയുടെ പരാമർശത്തിന് മറുപടിയായിട്ടായിരുന്നു OR ശശിയുടെ അധിക്ഷേപം. നെടുങ്കണ്ടം തൂക്കുപാലത്ത് വെച്ച് നടന്ന അനീഷ് രാജൻ അനുസ്മരണ സമ്മേളനത്തിലാണ് ഡീൻ കുര്യാക്കോസിനെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ മുതിർന്ന CPM നേതാവായ MM മണി നടത്തിയത്. ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണെന്നും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന നിലയിലാണെന്നും മണി ആക്ഷേപിക്കുകയുണ്ടായിരുന്നു. ബ്യൂട്ടി പാർലറിൽ കയറി പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നടപ്പാണെന്നും കെട്ടിവെച്ച കാശ് പോലും ഡീനിന് കിട്ടില്ലെന്നും ഡീനിന് മുൻപുണ്ടായിരുന്ന PJ കുര്യൻ പെണ്ണുപിടിയനാണെന്നും വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണിയെന്നൊക്കെയാണ് MM മണി അന്ന് പറഞ്ഞത്. എന്നാൽ തന്നെ കളിയാക്കിയതിന് മറുപടിയായി ഡീൻ കുര്യാക്കോസ് പറഞ്ഞത് ഇപ്രകാരമാണ്: കേരളത്തിലെ സാംസ്കാരിക നായകരും മാധ്യമപ്രവർത്തകരും MM മണിക്ക് വിശുദ്ധ പദവി നൽകുകയാണെന്നും നാടൻ പ്രയോഗമെന്ന രീതിയിൽ അസഭ്യം പറയാൻ ലൈസൻസ് ഉള്ളതുപോലെയാണ് മണിയുടെ ശൈലി. മണിയുടെ ശൈലിയിൽ തിരിച്ചു മറുപടി പറയാനാവില്ല. തന്നെ ചീത്ത പറഞ്ഞത് തിരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധ തിരിക്കാനാണ്. ഇടുക്കിയിലെ കാർഷിക ഭൂപ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നത് മണിയും LDF സർക്കാരുമാണ്. കേരളത്തിലെ ജനങ്ങൾ അത് വിലയിരുത്തുമെന്നാണ് ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നത്. നാടൻ പ്രയോഗം എന്ന പേരിൽ അസഭ്യം പറയാൻ ലൈസൻസ് ഉള്ളതുപോലെയാണ് മണിയുടെ ശൈലി. എല്ലാവരെയും വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന MM മണിക്കും ഇപ്പോൾ തിരിച്ച് എട്ടിന്റെ പണികൾ കിട്ടാൻ തുടങ്ങിയെന്ന് വേണം കരുതാൻ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന പ്രയോഗം മണിയുടെ കാര്യത്തിൽ ഏകദേശം സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വിളിച്ചു പറഞ്ഞാലും ആരും ഒന്നും തിരികെ പറയില്ലെന്ന് വെറും തോന്നലാണെന്ന് മണിയാശാൻ മനസ്സിലാക്കണം.